സംവിധാനത്തെയാണ് വഴിയെന്ന് പറയുക. അത് പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടയാളം എന്നാണ്. അപ്പം യാത്ര ചെയ്യാൻ, ജീവിത യാത്രയ്ക്കകത്ത് ഒരാള് സുഗമമായി യാത്ര ചെയ്യാനുള്ള പ്രക്രിയയാണ് വഴിപാട്. അതിൽ എന്ത് വേണം? അനുഷ്ഠാനവും വേണം, വഴിപാടും വേണ്ടേ? അതിനാദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഈ നവീകരണ കലശം ആദരണീയരായ തന്ത്രികളുടെ നേതൃത്വത്തിൽ ഇത് നടക്കുമ്പോൾ നിങ്ങൾ സർവാത്മന എല്ലാ പ്രകാരത്തിലും വന്ന് സഹകരിച്ച് ദേവീകൃപ കൊണ്ട് നമ്മുടെ കുടുംബം ഐശ്വര്യപൂർണമാക്കി എല്ലാവരും ഒത്തൊരുമയോടുകൂടി കഴിഞ്ഞ് സന്തോഷത്തോടുകൂടി ജീവിക്കാനുള്ള അവസരം ഈ ക്ഷേത്രത്തിൽ ഈ കുടുംബാംഗങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അതിനാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ 2 വാക്ക് സംസാരിക്കാൻ വന്നത്. പ്രാർത്ഥനകളിലെല്ലാം വളരെ ശാന്തമായ മനസ്സോടുകൂടി, മറ്റ് ചിന്തകളൊന്നും ഇല്ലാതെ ഏകാഗ്രതയോടുകൂടി പ്രാർത്ഥനയിൽ പങ്കെടുക്കണം. അതിലാദ്യം നമുക്ക് വേണ്ടുന്നത് ദേവീ കൃപ ആർജിച്ചുകൊണ്ടേ ഞാൻ ഇവിടുന്ന് പോകുകയെന്ന് തീരുമാനിക്കണം. രണ്ടാമത്തത് ക്ഷേത്ര ഭാരവാഹികളെ ഒക്കെ ആയിട്ട് സഹകരിച്ച് അവരുടെ നിർദ്ദേശത്തെ പാലിച്ചുകൊണ്ട് നമ്മളിവിടെ മുന്നോട്ട് കൊണ്ടുപോയി ഇതിൽ പരം മറ്റൊരു ലോകം ഉണ്ടാവും ഇല്ല. ഇതിൽ പരം സന്തോഷം നമുക്ക് എന്ത് വേണം? ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ കൂടിയിരിക്കുക, എത്ര സന്തോഷമാണ് നിങ്ങൾക്ക്. അതിന് നമ്മളൊക്കെ ഒറ്റപ്പെട്ടവരാണ്. അതിനിടയ്ക്ക് ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടി ആ മുഖങ്ങളെല്ലാം കണ്ട് ഒരു കല്യാണ സ്ഥലത്ത് പോകുന്ന പോലെയാണോ ഞങ്ങളിപ്പോ ഇവിടെ ഇരിക്കുന്നത്? അല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും മനസ്സിനകത്ത് ഒരു ചിന്തയുണ്ട്. എന്താ? ഇവിടെ ഞങ്ങളുടെ കുടുംബം ഐശ്വര്യപൂർണ്ണമാകണേന്ന് വിചാരിച്ചു വന്നിരിക്കുന്നവരാണ്. ആ ഐശ്വര്യപൂർണ്ണമാകാൻ എന്ത് വേണം? സ്വഭാവം വെച്ചിരുന്ന് മാറ്റിയാണ്. കുളിച്ച് ശുദ്ധിയായി ശരീരത്തെ ശുദ്ധീകരിക്കുന്ന പോലെ മനസ്സിനെ ശുദ്ധീകരിച്ചാൽ നവീകരണ കലശം ആദ്യം ആടുന്നത് എവിടെയാണ്? എൻ്റെ മനസ്സ്. അത് കഴിഞ്ഞ് ദേവീകരണ കലശം. രണ്ടും കൂടെ സമ്മേളിക്കുന്നതാണ് കുടുംബ ഐശ്വര്യം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ശ്രീ ശിവൻ എന്ന് പറയാതെ ശിവശക്തിയുക്തനായിരിക്കുന്ന ഭഗവത് അനുഗ്രഹത്തിലെ ദുർഗാ ഭഗവതി ക്ഷേത്രമായിരിക്കുന്ന ഈ ക്ഷേത്രാങ്കണത്തിൽ നടക്കുന്ന ഈ കർമ്മങ്ങളിലെല്ലാം വന്ന് പങ്കെടുത്ത് ആ ദേവീ കൃപ വേണ്ടുവോളം നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഇതിനെന്നെ ക്ഷണിച്ചത് മന്ത്രശാന്തിയാണ്. അതുപോലെ ഇതിന്റെ ഭാരവാഹികളും വന്നിരുന്നു. അവരോടെല്ലാം എല്ലാ വിധത്തിലുള്ള അനുഗ്രഹവും ദേവിയുടെ ഉണ്ടാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഉപരി എൻ്റെ വാക്കുകൾ ശ്രദ്ധയോടുകൂടിയാണ്, കുറച്ചേ ഞാൻ സംസാരിച്ചുള്ളെങ്കിലും ശ്രദ്ധയോടുകൂടിയാണ് നിങ്ങൾ കേട്ടിരിക്കുന്നത്. നാളെ ആശ്രമത്തിൽ ഒരു കർമ്മമുണ്ട്, അതിന്റെ ഭാഗമായിട്ട് ഞാൻ ചെല്ലണം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾ ഓരോരുത്തരും എൻ്റെ വാക്കുകൾ വളരെ കുറച്ച് മാത്രം പറഞ്ഞ ഈ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചലനം സൃഷ്ടിച്ചെങ്കിൽ അത് എൻ്റെ ഒരു ഭാഗ്യമായി കരുതുകയാണ്. എല്ലാ പ്രകാരത്തിലും നമുക്കെല്ലാം സംഘച്ചത്വം ഒരുമിച്ച് പറയുക, അത് എല്ലാവർക്കും സാധിക്കട്ടെ. നന്മ നിറഞ്ഞ മനസ്സുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ദേവീകൃപ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.